മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിക്കനെയും മത്സ്യത്തിനെയും ഒന്നും മറക്കാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആർക്കും ചിക്കനെയും ഫിഷ്, അതായത് മത്സ്യത്തിനെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ കോഴിയും മീനും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ദിവസം ഒരു കുറച്ച് മീൻ, എന്തെങ്കിലും ഒരു മീനെങ്കിലും ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കാണാം. അപ്പോൾ മീനാണെങ്കിലും പിന്നെന്താ കോഴി ഉണ്ടാണെങ്കിലും വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു പരീക്ഷണമാണ്. ഇത് കുറച്ച് വ്യത്യസ്തമായൊരു പരീക്ഷണം. ഇത് കോഴി കൊണ്ടുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രിൽഡ് ചിക്കനാണ്. പക്ഷേ സാധാരണഗതിയിൽ ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ ഒരു ഗ്രില്ല് വേണം. അതല്ലെങ്കിൽ അതൊരു തവ ഗ്രില്ലായിരിക്കണം. അതായത് ദോശക്കല്ല് പോലെ ഒരു കാര്യത്തിൽ വെച്ചിട്ടുള്ള ഗ്രില്ലാകാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാകാം, അതല്ലെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ളൊരു നാടൻ രീതിയിലുള്ള ദോശക്കല്ലാകാം. എന്തായാലും പാൻ ഗ്രിൽഡായിട്ട് സാധാരണ ചെയ്യും. അതല്ലെങ്കിൽ ഇലക്ട്രിക് ഗ്രില്ല്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ കനലിട്ട് ചുട്ടെടുക്കുന്ന രീതി. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാമല്ലോ അല്ലേ? അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കടായി ഗ്രില്ലായാലോ. കടായി എന്ന് പറയുമ്പോൾ എന്താ, ചീനച്ചട്ടി. അപ്പോൾ ഒരു ചീനച്ചട്ടി മോഡലിലെ പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഗ്രില്ലെന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഗ്രില്ലല്ല, പക്ഷേ എൻ്റെ മസാലയൊക്കെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ മസാലയാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കി വരുമ്പോൾ ഒരു ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് കിട്ടും. എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞങ്ങളുടെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഇടത്തരം ഒരെണ്ണം 12 കഷ്ണങ്ങളായി മുറിച്ചത്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: മല്ലിയില 3/4 കപ്പ്, പുതിനയില 1/2 കപ്പ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈര് 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 10 വലിയ അല്ലി, ഉപ്പ് പാകത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ തുടങ്ങുന്നതിന് മുന്നേ അതിന് വേണ്ട മസാല ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതിപ്പോൾ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മീഡിയം സൈസും ഒരു ചെറുതും കൂടി ആകാം, അപ്പോൾ വലുതാകും. ഒരു വലിയ പീസിൻ്റെ അതേപോലെ അത്രയും അളവുണ്ടാവും. പിന്നെ 10 വലിയ അല്ലി വെളുത്തുള്ളി. ഇപ്പോൾ ചൈന വെളുത്തുള്ളിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മളുടെ നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വലിയ കുടം എന്ന് പറയാം. ചെറിയതാണെങ്കിൽ 2 എണ്ണം ആകാം. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ചൈന 10 എണ്ണം ഇടുന്നതും നമ്മളുടെ നാടൻ വെളുത്തുള്ളി അതിൻ്റെ പകുതി ഇടുന്നതും ഒരുപോലെയാണ്, ആ മണവും രുചിയും കിട്ടുന്ന കാര്യത്തിൽ. പിന്നെന്താ പറയുക, കുരുമുളക്, മുഴുവൻ കുരുമുളക് പൊടിയല്ല, മുഴുവനേ ഉള്ളത് 1 ടേബിൾ സ്പൂൺ. എല്ലാം നമ്മുടെ സ്പൈസസ് ആണ്, നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ സ്വന്തം കാര്യങ്ങൾ. പിന്നെന്താ, മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ പിരിയനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫുൾ ഇടാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ പിരിയനല്ല എടുത്തിരിക്കുന്നത്, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ചേർക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഉപ്പിടാം. പിന്നെന്താ വേണ്ടത്? പിന്നെ 2 കാര്യങ്ങളുണ്ട്. അതായത് നിറച്ച് മല്ലിയില ഏതാണ്ട് ഒരു 3/4 കപ്പോളം അരിഞ്ഞെടുക്കുക. അരിഞ്ഞത് ഏതാണ്ട് 3/4 കപ്പോളം. പിന്നെന്താ, അതുപോലെ തന്നെ പുതിന അത്ര വേണ്ട, ഒരു 1/2 കപ്പ്. ഇങ്ങനെ ഇതളുകളായിട്ട് ഇളക്കിയെടുത്തത് ഏകദേശം ഒരു 1/2 കപ്പ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെന്താ വേണ്ടത്? ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്, തൈരാണ്. തൈര് നമ്മൾ ചെയ്യേണ്ട നല്ല കട്ട തൈര് കുറച്ച് നേരം ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് അതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കട്ടിയായിട്ടുള്ള തൈര് ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. അതും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഒരു തരാന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല മണമുള്ളൊരു മസാല പേസ്റ്റാണ് ഇത്. ശരിക്കും ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ മണം ഇപ്പോഴേ എനിക്ക് കിട്ടി തുടങ്ങി. ആ പുതിനയുടെയും മല്ലിയിലയും എനിക്കറിയില്ല എന്തൊക്കെയാണത്, അതിൻ്റെ ഒരു മണം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആകാം. 1, 2, അതും കൂടി ഒന്ന് യോജിപ്പിക്കുക. അപ്പം നമ്മളുടെ മസാല പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ഓയിൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ ചിക്കൻ്റെ പീസസ് നല്ല വലിയ പീസസ് ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ ഒരു 1.5 കിലോയുടെ ചിക്കനെ ഒരു 12 കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒന്ന് വരഞ്ഞ് വയ്ക്കുക.
അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാം. ഇനി എന്താ വേണ്ടത്? കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ്റെ പീസസ്. അതിലേക്ക് നമ്മളിങ്ങനെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല മസാല വളരെ കൂടുതലായിട്ടുണ്ട്, നന്നായിട്ട് നിറച്ച് പിടിച്ചിരിക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ മസാലയുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് തിരുമ്മി യോജിപ്പിക്കും. ഈ മസാല എല്ലാം ചിക്കൻ്റെ പീസസിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അകത്തേക്കൊക്കെ നന്നായിട്ട് കയറിപ്പോകും. എന്തായാലും നമ്മുടെ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കട്ടെ. ഒരല്പസമയം ഒന്ന് വയ്ക്കാം. നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ ഇങ്ങനെ മസാലയിലെല്ലാം പൊതിഞ്ഞിങ്ങനെ മാരിനേറ്റഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു കടായി എന്ന് പറയുമ്പോൾ ഒരു ചീനച്ചട്ടിയുടെ ഷേപ്പിലുള്ളൊരു പാത്രം. അപ്പോൾ ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ ഒറിജിനൽ കടായി ആണെങ്കിൽ ഏറ്റവും നല്ലത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇതും കുഴപ്പമില്ല, നമുക്കൊരു കടായിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ മോഡേൺ കടായിയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ അതിൻ്റെ മസാലയോട് കൂടി ചേർക്കുക. മസാല എന്നിട്ട് പാത്രം ഒന്ന് അടച്ച് ഒരു ഇടത്തരം തീയിൽ കുറച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ആദ്യം ഒരു അല്പം ചൂടോടുകൂടി, അത് കഴിഞ്ഞിട്ട് തീ ഒരു അല്പം കുറച്ചിട്ട് ഒരു ഇടത്തരം തീയിൽ അടച്ചിട്ട് വേവിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ വെന്തിങ്ങനെ വറ്റി വരണം, അതുവരെ വേവിക്കും. അപ്പോൾ പാത്രം അടച്ച് തീ ഒരല്പം കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ പാകത്തിന് വെന്തിട്ട് ഒന്ന് എന്താ പറയുക വറ്റി ഇരിക്കുന്നൊരു പാകം. അത് കഴിഞ്ഞിട്ട് ബാക്കി കറി. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത, ചാറെല്ലാം വറ്റി, ഇപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തല്ലേ, ആ മസാല മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ ചേർത്തല്ലോ, ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് അതിൽ കിടന്നിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം എപ്പോഴാണ് വറ്റുന്നത്, അതിനാവശ്യത്തിനുള്ള എന്താ പറയുക, ഇത് അടി പിടിക്കില്ല, കാര്യം ഇത് നോൺ സ്റ്റിക്കാണ്. പിന്നെ അരപ്പെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് എണ്ണ മാത്രം തെളിയുന്ന ഒരു സ്റ്റേജ്, അതായത് അരപ്പിലെ വെള്ളം എല്ലാം വറ്റി ഇങ്ങനെ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. ഇപ്പോൾ അതേ നോക്കൂ, ഒരു ഗ്രിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലിങ്ങനെ കിടന്ന് ഗ്രിൽഡ് ആവുകയാണ്. ഗ്രിൽ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ പറ്റിപ്പിടിക്കും. അരപ്പെല്ലാം ഇങ്ങനെ അവിടെ പീസസിലിങ്ങനെ പറ്റി ഒരു ചെറിയ ബ്രൗൺ കളറായി വരും. ഇങ്ങനെ മൊരിഞ്ഞ് എന്താ പറയുക, അതൊരു ബ്രൗൺ കളറിങ്ങനെ കിട്ടും. പീസസിലെല്ലാം ഇങ്ങനെ പറ്റി അരപ്പെല്ലാം പിടിച്ച് ഒരു ഗ്രിൽഡ് മണം. ഇച്ചിരി സമയം കൂടി ഇങ്ങനെ ഇനി അടപ്പ് തുറന്നിട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒരു ചെറിയ തീയിലിട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടായി ഗ്രിൽഡ് ചിക്കൻ റെഡിയാവും. അപ്പോൾ ഒരു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്കത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ പീസസും 2 സൈഡും പാകത്തിന് ഗ്രിൽഡായി നല്ല മൂത്ത് വെന്നിട്ടുണ്ട് 2 സൈഡിലും. ഞാൻ ഒരു തുള്ളി എണ്ണ പോലും പിന്നെ ഒഴിച്ചിട്ടില്ല. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മുടെ ആ മസാലയുടെ കൂടെ മിക്സ് ചെയ്തത്. ആ എണ്ണയിൽ കടന്നിട്ട് തന്നെയാണ് ഇത് ഗ്രിൽഡായി വരുന്നത്. നല്ലൊരു മണം ഗ്രിൽഡ് ചിക്കൻ്റെ. അപ്പോൾ തവ ഗ്രിൽഡ് അല്ല, ഇത് കടായി ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ഇനി എന്തായാലും തീ ഓഫ് ചെയ്യാം. എത്ര വേണം മൂപ്പിക്കണോ അതനുസരിച്ച് മൂപ്പിക്കാം. അത് നോക്ക്, ഓരോ പീസിൻ്റെ സൈഡ്സിൽ കളർ മാറുന്നുണ്ട്. ബ്രൗൺ കളറായിട്ടിരിക്കുന്ന ഒരു ഗ്രിൽഡായിട്ട് വരുന്ന പോലെ നല്ല മണവും അങ്ങനെ ഒരു ടെക്സ്ചർ. നല്ല സോഫ്റ്റാണ്. ഈ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പീസസൊക്കെ വളരെ സോഫ്റ്റാണ്. കാര്യം നമ്മൾ തൈരും കൂടി മാരിനേഷൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അകത്തേക്ക് മസാല പിടിച്ച് സ്വാദുള്ള നല്ല മണമുള്ള നമ്മുടെ കടായി ഗ്രിൽഡ് ചിക്കൻ റെഡി. ഇനി തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാൻ പോകും. അപ്പോൾ ഇനി നമ്മളുടെ
കടായി ഗ്രിൽഡ് ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിന് പ്രത്യേകിച്ച് അലങ്കാരമൊന്നും ആവശ്യമില്ല. കാര്യം ഇതൊരു നാടൻ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ചേരുവകളിൽ ഒരുപാട് നാടൻ വിഭവങ്ങൾ തന്നെയാണെങ്കിലും ചേരുവകളുടെ കൂട്ടത്തിൽ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഗ്രിൽഡ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടായി ഗ്രിൽഡ് ചിക്കന് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത്, ഒരു റിഫൈൻഡ് ഓയിൽ, പിന്നെ ആ മസാല എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ശരിക്കും ഒരു നാടൻ രുചിയല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വ്യത്യസ്തമായൊരു ഗ്രിൽഡ് ചിക്കൻ്റെ രുചി തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെ ബ്രെഡ്, പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. എന്നാലും കൂടുതലായിട്ട് ചപ്പാത്തി പോലെയുള്ള റോട്ടീസ്, നാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത്. എന്തായാലും നല്ല മണവും നല്ല രുചി. ഇത് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല എരിവുണ്ട്. പക്ഷേ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. 2 ടേബിൾ സ്പൂൺ ഒരു 1.5 ടേബിൾ സ്പൂൺ ആക്കുക. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, അത് വേണമെങ്കിൽ കുറയ്ക്കാം. എത്ര വേണം അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കനും മട്ടണും മത്സ്യവും ഒക്കെ കഴിച്ചാൽ മതിയോ? വെജിറ്റേറിയൻസിനും ഒരു പ്രാധാന്യമൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെജിറ്റേറിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വെജിറ്റേറിയൻ വിഭവം. ഇത് നല്ല ഒരു മഷ്റൂം കൊണ്ട് തയ്യാറാക്കുന്നതാണ്. അതായത് കൂണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കൂൺ കൊണ്ടുള്ളൊരു വിഭവം. ഇത് നമ്മുടെ വളരെ നാടനായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കൂൺ ഫ്രൈ ആണ്. ദാറ്റ് ഈസ് മഷ്റൂം ഫ്രൈ. വളരെ സിമ്പിൾ നാടൻ സ്വാദുള്ള നമ്മുടെ മഷ്റൂം ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഷ്റൂംസ് ചെറുതായി അരിഞ്ഞത് 4 കപ്പ്, ഏകദേശം 1/2 കിലോ. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് 1/2 കപ്പ്. സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി 2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. എണ്ണ 4 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. കറിവേപ്പില ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. കടുക് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾക്ക് മഷ്റൂം ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം. ഇതിലേക്ക് ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്? മഷ്റൂം അഥവാ കൂണ്. ഇതിപ്പോൾ ഞാൻ ബട്ടൺ മഷ്റൂമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം മഷ്റൂമും ആകാം. ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം ആകാം. ഈ പാൽക്കൂണൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സ്വാദാണ്. അതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഏതാണ്ട് 500 ഗ്രാമോളം എന്ന് പറയാം. അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം 4 കപ്പിൽ കൂടുതൽ ഉണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി. ഇപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നു. മല്ലിപ്പൊടി അതുപോലെ 2 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെന്താ കുരുമുളക് പൊടി. അത് 1 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. അത് എരിവിനനുസരിച്ചിട്ട് ഏകദേശം 1 ടീസ്പൂൺ. ഞാനിപ്പോൾ ആദ്യം 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ എരിവ് എത്ര വേണം അതനുസരിച്ചിട്ട്. കാര്യം ഈ മഷ്റൂം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും, കുറഞ്ഞു വരും. ഇതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പുറത്തു വന്ന് അത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ചുരുങ്ങും. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ മുളകിൻ്റെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഏകദേശം എല്ലാ കാര്യങ്ങളും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കും. അപ്പോൾ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. വേണമെങ്കിൽ ഇനിയും ആകാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഇനി മഷ്റൂമിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. പാത്രം ഒന്ന് അടച്ചിടാം. ഒരല്പസമയം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ മഷ്റൂമിനകത്ത് ധാരാളം വെള്ളത്തിൻ്റെ ജലാംശമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരല്പം ക്ഷമ മാത്രം മതി. ആ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിൽ കിടന്ന് വെന്ത് ഏതാണ്ട് വറ്റി വരണം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഫ്രൈ ആകുന്നതെന്ന് കാണാം. എന്തായാലും ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്ത് വരട്ടെ.
അങ്ങനെ ഞാൻ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം, 5 മിനിറ്റ് പോലും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നോക്കൂ, മഷ്റൂമിൽ നിന്നും ധാരാളമായിട്ട് വെള്ളം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇത് ആ കൂണിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വെള്ളമാണ്. ഇത്രയും വെള്ളം പോരെ മഷ്റൂം വേകാൻ? ധാരാളം മതി. അപ്പോൾ ഇനി നമുക്ക് പാത്രം ധൈര്യത്തിൽ അടച്ചിടാം, കുഴപ്പമില്ല. ഇനി ഇതിൽ കിടന്ന് മഷ്റൂം വേകണം, നന്നായിട്ട് വേകട്ടെ. വെന്ത് വെള്ളമൊക്കെ വറ്റുമ്പോൾ മസാലയൊക്കെ ഇങ്ങനെ മഷ്റൂമിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മഷ്റൂം എല്ലാം പാകത്തിന് വെന്ത് അതിൻ്റെ ചാറെല്ലാം വറ്റിക്കഴിഞ്ഞു. നന്നായിട്ട് അരപ്പെല്ലാം പൊതിഞ്ഞിരിക്കുന്നൊരു പാകമായി. കംപ്ലീറ്റ് വെള്ളവും വറ്റി, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ മഷ്റൂമിനെ ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതേ അടുപ്പിലേക്ക് മറ്റൊരു ചീനച്ചട്ടി വെക്കുക, ചൂടുകട്ടിയുള്ളൊരു പാത്രം. എന്നിട്ട് അതിലേക്ക്, അപ്പോൾ മഷ്റൂം വേവിച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇത് നമ്മുടെ നാടൻ വിഭവമാണ്, നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതൊരു ഫ്രൈ അല്ല, അപ്പോൾ ഇച്ചിരി സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കാൻ ആവശ്യമുള്ള എണ്ണ. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടണം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില. അപ്പോൾ കടുകെല്ലാം പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ധാരാളം കറിവേപ്പില. ഇനി അതിലേക്ക് നല്ല ചെറിയ ഉള്ളി, 1/2 കപ്പ് അരിഞ്ഞ് വെച്ചത്. അതിൻ്റെ കൂടെ സവാള, 2 സവാള ചെറുതായി അരിഞ്ഞത്. ഇനി ഇതൊന്ന് മൂപ്പിക്കാം. അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ, ഏകദേശം ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം അതിൻ്റെ മസാലയോട് കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് മാറ്റും. അപ്പോൾ നമ്മളുടെ മഷ്റൂം ഫ്രൈയും റെഡിയാകും. അപ്പോൾ എന്തായാലും സവാളയുടെയൊക്കെ നിറം മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. കറക്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നു, ഒരു ബ്രൗൺ ആകാൻ തുടങ്ങുന്നൊരു സമയമായി. ഇപ്പം നല്ല മണം, ഉള്ളി മൂക്കുന്നതിൻ്റെ ഒരു മണവും വന്നു തുടങ്ങി. അപ്പോൾ എണ്ണയെല്ലാം ഇങ്ങനെ തെളിക്കും. അപ്പോൾ ഇച്ചിരി ഏറെ എണ്ണ വേണ്ടി വരും, 4-5 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. എന്നാലേ നല്ല ആ ഒരു സ്വാദിന് അനുസരിച്ചിട്ടിങ്ങനെ നന്നായിട്ട് വരുള്ളൂ. പക്ഷേ എണ്ണ കുറച്ചൊഴിച്ചും ചെയ്യാം, പക്ഷേ ഇത് കൂടുതൽ സ്വാദ് കിട്ടുന്നത് എണ്ണ കൂടുതൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ്. ഇതൊരു ഫ്രൈ ആയതുകൊണ്ട്. പിന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എണ്ണ കൂടുതലുണ്ട് എക്സസ് ഓയിൽ മാറ്റിയിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കോരി ഒരു സൈഡിലേക്ക് വെച്ചാൽ എണ്ണ ഇങ്ങനെ ഊറി ഇറങ്ങി വരും. അതിന്ന് എണ്ണ കുറച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം നല്ല മണം, നല്ലൊരു നാടൻ മണം വന്നു തുടങ്ങി. എന്താ ഉള്ളി മൂക്കുന്നുണ്ട്, എസ്പെഷ്യലി അത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി കോമ്പിനേഷൻ ആയതുകൊണ്ട് ചെറിയ ഉള്ളി മൂക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ്. കറിവേപ്പിലയുണ്ട്, നല്ല വെളിച്ചെണ്ണയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം, മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന മഷ്റൂം നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ കൂണും ചേർത്തു. ഇനി നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം മൂക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ചിലർക്ക് നല്ല ഫ്രൈ ആക്കി കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്രയും ഫ്രൈ ആകേണ്ട കുറച്ചുകൂടെ ഒരു സോഫ്റ്റർ വേർഷനായിരിക്കും ഇഷ്ടം. എത്രയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് മൂപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇടത്തരം തീയിൽ കടന്ന് നല്ല മൊരിഞ്ഞ് വീണ്ടും എണ്ണയെല്ലാം ഊറി വരുന്ന ഒരു പാകത്തിന് ഇത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ മഷ്റൂം ഫ്രൈ റെഡിയാണ്. ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക മഷ്റൂം ഫ്രൈ ഒരു ഫൈനൽ ഫോമിൽ എത്താനായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ കൂൺ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു, മഷ്റൂം ഫ്രൈ. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ടുള്ള എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മഷ്റൂം അഥവാ കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജൈവകോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ മാംസ്യം എന്ന് പറയുന്ന ഘടകം ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം മഷ്റൂം അഥവാ കൂൺ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ജലാംശം ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോട്ടീൻസ് ഉണ്ട്, ധാരാളമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അന്നജമുണ്ട്, എല്ലാം വൈറ്റമിൻസ്, ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സംരക്ഷണ ഭക്ഷണം എന്നുള്ള ഒരു വിളിപ്പേരും നമ്മളുടെ
മഷ്റൂംസിനുണ്ട്. അപ്പോൾ മഷ്റൂമിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുന്നതിൽ. അപ്പോൾ ജീവിത രീതി അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ഭക്ഷണം എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആക്കി മാറ്റാൻ പറ്റിയതാണ് മഷ്റൂം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ച് എന്നും ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇത് തന്നെ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ആയിട്ടും കഴിക്കണം. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മഷ്റൂം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. കാര്യം അത്രയ്ക്ക് പോഷകപ്രദമാണ് മഷ്റൂം. സംരക്ഷണ ഭക്ഷണമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മഷ്റൂം ഫ്രൈ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ ഒരു സൈഡിൽ കുറച്ച് മഷ്റൂം ഫ്രൈ കൂടെ വെച്ച് കഴിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ടാവുമെന്ന്.